പൂരക്കാല കിഴിവുമായി ലക്ഷ്മി സിൽക്സ് താളം തിയേറ്ററിന് സമീപം ഒട്ടുപാറ. സാരികൾ, ഉടുപ്പുകൾ, ബനിയൻ സെറ്റുകൾ, ജെൻ ഷർട്ട് എന്നിവ 100 രൂപ മുതൽ. ടോപ്പുകൾ 50 രൂപയ്ക്ക്. ലേഡീസ് പാൻറ്റീസ് 100 രൂപയ്ക്ക് 3 എണ്ണം. ജെൻസ് ബ്രീഫ് 100 രൂപയ്ക്ക് 2 എണ്ണം. അടിപ്പാവാട 90 രൂപ മുതൽ. അക്കോയ് മുതലായ ഷർട്ടുകൾ 20% മുതൽ 30% വരെ ഡിസ്കൗണ്ട്. കൂടാതെ എല്ലാത്തരം യൂണിഫോമുകളും ഇവിടെ ലഭിക്കുന്നു. ലക്ഷ്മി സിൽക്സ് താളം തിയേറ്ററിന് സമീപം ഒട്ടുപാറ. ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കുന്ന ദേശീയ പണിമുടക്ക് 24 മണിക്കൂറാണ് അഖിലേന്ത്യാ സംയുക്ത ട്രേഡ് യൂണിയൻ കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഈ പണിമുടക്ക് വടക്കാഞ്ചേരി മേഖലയിൽ വലിയ തൊഴിലാളി പങ്കാളിത്തത്തോടുകൂടി പ്രകടനവും കേന്ദ്ര ഗവൺമെൻറ് ആഫീസിന് മുന്നിൽ പ്രതിഷേധ സമരവുമായി സംഘടിപ്പിക്കണമെന്നാണ് സംയുക്ത ട്രേഡ് യൂണിയൻ വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. പണിമുടക്കിൻ്റെ ആധാരമായിട്ടുള്ള വിവിധ വിഷയങ്ങൾ, തൊഴിലാളികൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ ഇതിനകം തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ. കേന്ദ്ര ഗവൺമെൻറ് തൊഴിൽ നിയമങ്ങൾക്ക് പകരമായി കൊണ്ടുവന്ന 4 ലേബർ കോഡുകൾ തീർത്തും തൊഴിലാളി വിരുദ്ധമാണ്. അതാണ് ആ തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള ലേബർ കോഡുകൾ റദ്ദ് ചെയ്യണമെന്നുള്ളതാണ് ഈ പണിമുടക്കിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. അതുകൂടാതെ തന്നെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ ബാധിക്കുന്ന നിരവധിയായ വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ സ്വകാര്യവൽക്കരണ നയങ്ങളുടെ ഭാഗമായി വൻകിട കോർപ്പറേറ്റുകൾക്ക് ചില്ലറ വ്യാപാര മേഖലയിൽ ഇടപെടുന്നതിന് വേണ്ടിയുള്ള അവസരം കൊടുക്കുകയും രാജ്യത്താകമാനം ഔട്ട്ലെറ്റുകൾ തുറക്കുന്നതിനുള്ള അവസരമുണ്ടാക്കി കൊടുത്തതിൻ്റെ ഭാഗമായും ഓൺലൈൻ വ്യാപാരത്തിൻ്റെ ഭാഗമായെല്ലാം ചില്ലറ വ്യാപാര മേഖലയിൽ പണിയെടുക്കുന്ന ഇന്ത്യയിലെ ഏതാണ്ട് 35 കോടിയോളം വരുന്ന തൊഴിലാളികൾ വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കൃഷിക്കാരും പുതിയ നിയമനിർമ്മാണങ്ങളുടെ ഭാഗമായി അമേരിക്കയുമായുള്ള കരാറിൻ്റെ എല്ലാം ഭാഗമായി വലിയ തോതിലുള്ള പ്രതിസന്ധിയിലേക്ക് ചെന്നുപെട്ടിരിക്കുന്നുവെന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. തൊഴിലുറപ്പ് മേഖലയിലും ഉള്ള കേന്ദ്ര ഗവൺമെൻറ് പുതിയ സമീപനവും പുതിയതായി വരുത്തിയ മാറ്റങ്ങളുമെല്ലാം കോടിക്കണക്കിന് വരുന്ന സാധാരണ തൊഴിലാളികളെ വലിയ തോതിൽ ബാധിക്കുകയാണ്. ഇത്തരം ആവശ്യങ്ങളെല്ലാം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ പണിമുടക്ക് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വടക്കാഞ്ചേരി മേഖലയിൽ എല്ലാ വിഭാഗം തൊഴിലാളികളും, പീഡിക തൊഴിലാളികളും, അസംഘടിത മേഖലയിൽ നിർമ്മാണ തൊഴിലാളികളും, കർഷകരും, തൊഴിലുറപ്പ് തൊഴിലാളികളും, വ്യാപാരി സുഹൃത്തുക്കളും എല്ലാവരും ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയ പണിമുടക്ക് റാലിയാണ് നാളെ തീരുമാനിച്ചിട്ടുള്ളത്. നാളെ രാവിലെ 9:30 ഓട്ടുപാറ TV റോഡ് പരിസരത്തു നിന്ന് ആരംഭിക്കുന്ന തൊഴിലാളി റാലിയിൽ നേരത്തെ സൂചിപ്പിച്ച എല്ലാ വിഭാഗം ആളുകളും പങ്കെടുക്കും. കടകമ്പോളങ്ങൾ അടച്ചുകൊണ്ട്, വാഹന ഗതാഗതം നിർത്തിവെച്ചുകൊണ്ട് എല്ലാമാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള ഈ പണിമുടക്ക് വിപുലമായി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. തൊഴിലാളി റാലി വടക്കാഞ്ചേരിയിൽ എത്തിച്ചേരുമ്പോൾ വടക്കാഞ്ചേരി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ തൊഴിലാളികൾ കുത്തിയിരുന്ന് അവിടെ പൊതുയോഗം സംഘടിപ്പിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രചരണാർത്ഥം ഇന്ന് വൈകുന്നേരം വടക്കാഞ്ചേരി കേന്ദ്രീകരിച്ച് ടൗണിൽ ഓട്ടുപാറ വരെ തൊഴിലാളികളുടെ വിളംബര ജാഥ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ സമരം വടക്കാഞ്ചേരിയെ പൂർണ്ണമായി നിശ്ചലമാക്കിക്കൊണ്ട് എല്ലാ വിഭാഗം തൊഴിലാളികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സമരമാക്കി മാറ്റാൻ വേണ്ടിയാണ് സംയുക്ത ട്രേഡ് യൂണിയൻ വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അതിനാവശ്യമായ ഒരുക്കങ്ങളിലാണ്. വടക്കാഞ്ചേരിയിലെ മുഴുവൻ തൊഴിലാളികളും ജനങ്ങളും ഈ മുദ്രാവാക്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള തൊഴിലാളികളുടെ ഈ 24 മണിക്കൂർ പണിമുടക്കിൽ പങ്കാളികളാകണം. ഈ തൊഴിലാളി റാലിയിൽ
അതുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് ആഫീസ് ഉപരോധത്തിലും കേന്ദ്ര ഗവൺമെൻറ് ആഫീസിൻ്റെ മുന്നിലെ ധർണയിലും പങ്കെടുക്കണം എന്നാണ് സംയുക്ത ട്രേഡ് യൂണിയന് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ദേശീയ പണിമുടക്കിൽ മോട്ടോർ ട്രാൻസ്പോർട്ട് തൊഴിലാളികളും വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളും അസംഘടിത മേഖല സർവീസ് രംഗത്തെ ജീവനക്കാരും തൊഴിലുറപ്പ് തൊഴിലാളികളും കർഷക തൊഴിലാളികളും അണിചേരുമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികളായ MJ ബിനോയ്, KM മൊയ്തു, KP മദനൻ, TR രഞ്ജിത്ത്, KO വിൻസൻ, MA വേലായുധൻ, CV പൗലോസ് എന്നിവർ വടക്കാഞ്ചേരി CPIM ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.